കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാവരും പറയുന്ന മറ്റൊരു വാക്കാണ്, എത്ര ധനം ഉണ്ടാക്കിയാലും ഗൃഹത്തിൽ നിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് ധനം ഗൃഹത്തിൽ നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് ആ ധനത്തിൻ്റെ മൂല്യം നമുക്ക് ലഭിക്കാത്തത്? അല്ലെ ധനം കൊണ്ടുള്ള ഐശ്വര്യം അനുഭവിക്കാനും യോഗമില്ല. ചിലർ പറയാം അനുഭവിക്കാൻ യോഗമില്ല, എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും അനുഭവിക്കാൻ യോഗമില്ല. അത് വേറൊരു യോഗമാണ്, കേമദ്രുമ യോഗം എന്ന് പറയും. അതല്ല, നമുക്ക് സാമ്പത്തികം എങ്ങനെ ഗൃഹത്തിൽ വരുന്ന സമ്പത്തും വരുന്ന ലക്ഷ്മിയെ നമുക്ക് എങ്ങനെ അവിടെ നിലനിർത്താമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം നമ്മുടെ വീട് ശുദ്ധമായിരിക്കണം, പരിപാവനമായിരിക്കണം, ഒരു ക്ഷേത്ര തുല്യമായിരിക്കണം, ഒരു പോസിറ്റീവ് എനർജി കൂടുന്നതായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കണം നമ്മുടെ ഗൃഹത്തിനുണ്ടാകുന്നത്. ആ ഗൃഹത്തിന് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായി കഴിയുമ്പം തന്നെ മഹാലക്ഷ്മി തന്നെ വരും. 1. 2. പൂജാമുറി വൃത്തിയും ശുദ്ധവുമായിരിക്കണം. അല്ല ശുദ്ധവൃത്തിയോടുകൂടിയ പൂജാമുറി ആയിരിക്കണം. എന്നും തുടച്ച് നന്നായ രീതിയിൽ നിലവിളക്ക് തന്നെ വേണം നമ്മൾ കത്തിക്കാൻ. ഇപ്പോൾ ഒരുപാട് താന്ത്രിക വിധിപ്രകാരം പോലും ഇല്ലാത്ത ലക്ഷ്മി വിളക്കെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വിളക്കുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള വിളക്ക് കത്തിക്കുക? ക്ഷേത്രത്തിൽ നിലവിളക്ക് തന്നെയാണ് കത്തിക്കുക. വിളക്കിന് അതിന് തന്നെ പ്രമാണം. സ്നേഹോ യസ്യോഹദേഹോ ഭവതി തതുരേ വർത്തിനി വർത്തിരാത്മാ എന്നുവെച്ചാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എണ്ണയാണ് സംസ്കൃതത്തിൽ. യസ്യോഹദേഹോ ശരീരത്തെ സൂചിപ്പിക്കുന്നതാണ്. ഭവതി തതുരേ വർത്തിനി വർത്തിരാത്മാവ് എന്നുവെച്ചാൽ ആ തീജാല ആത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം നിലയുള്ള വിളക്ക് അവസാനം പറയുന്നത് പാത്രം മീരം സമീരം മൃദു എന്നുവെച്ചാൽ കാരണം ഒരു തട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പീഠത്തിലോ അല്ലെ ഇലക്കീറുകളിട്ടോ വേണം നമ്മൾ നിലയുള്ള വിളക്ക്, കൂമ്പുള്ള വിളക്ക് തന്നെ വേണം കത്തിക്കാൻ. എങ്കിൽ മാത്രമേ ആ വീട്ടിൽ മഹാലക്ഷ്മി ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. കൂമ്പുള്ള വിളക്ക് കത്തിച്ച് ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറ് വിട്ട് വേണം വിളക്ക് തെളിക്കാനെന്നും. സന്ധ്യാസമയത്താണ് നമ്മൾ വിളക്ക് തെളിക്കുന്നെങ്കിൽ പടിഞ്ഞാട്ടെ തിരി ആദ്യവും കിഴക്കേ തിരി രണ്ടാമതും. രാവിലെയാണ് ഉദയത്തിന് ശേഷം അല്ലെ ഉദയ സമയത്താണ് നമ്മൾ വിളക്ക് തെളിക്കുന്നതെങ്കിൽ കിഴക്കത്തെ തിരി ആദ്യവും രണ്ടാമത് പടിഞ്ഞാറ്റിലെ തിരി രണ്ടാമതും കത്തിക്കണമെന്നാണ് പറയപ്പെടുക. അത് കത്തിച്ച് താലത്തിനുള്ളിൽ എന്നും തുടച്ച് വൃത്തിയാക്കി ശുദ്ധമായ എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ ആ ഗൃഹത്തിൽ ഐശ്വര്യം താനേ വരും. 2. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗശൂന്യമില്ലാത്ത വസ്തുക്കൾ. ഒരുപാട് ആൾക്കാർ ചുമ്മാതെ നമ്മുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ ഇട്ടേക്കങ്ങ് കാണാം. പൊട്ടിയ കലങ്ങളെ, പൊട്ടിയ പിച്ചാത്തി, പൊട്ടിയ പാത്രങ്ങൾ, പൊട്ടിയതായിട്ടുള്ള സാധനങ്ങളെ, അതുപോലെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകളെ, കാലുപോയ കട്ടിലുകളെ, മേശ, കസേര, ഡെസ്ക്, നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വേണ്ടാത്തതായിട്ട് അതിൽ റിപ്പയർ ചെയ്യാത്ത വെച്ചാൽ ഇപ്പോഴൊക്കെ ടി വി ഒക്കെയാണ്, പണ്ടൊക്കെ അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ അങ്ങനെയൊക്കെയുള്ള ഉപയോഗശൂന്യമില്ലാത്ത വസ്തുക്കളെ എത്രയും പെട്ടെന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവിടെ ഐശ്വര്യം, ഉപയോഗശൂന്യമില്ലാത്ത ഒരു സാധനം പോലും ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് ആചാര്യമതം. നല്ല നല്ല സാധനങ്ങൾ, ഉപയോഗത്തിനുള്ള സാധനങ്ങൾ, അടുക്കള പോലും ശുദ്ധവും വൃത്തിയും എല്ലാ ദിവസവും അടിച്ചു തളിച്ച് 4 മൂലയ്ക്കും നടവാതിക്കലും വെള്ളം തളിച്ച്, ഹിന്ദു ആണേലും ക്രിസ്ത്യനാണേലും മുസ്ലിം ആണേലും ഭയഭക്തിയോടും ശുദ്ധവൃത്തിയോടുകൂടും എല്ലാ ദിവസവും അന്നം തരണേ മഹാലക്ഷ്മി എന്ന് പ്രാർത്ഥിച്ച് ദീപം തെളിച്ചു കഴിഞ്ഞാൽ, ദീപം എന്ന് പറഞ്ഞാൽ അടുപ്പിൽ അരിയിട്ട് നമ്മൾ ചൂട്ട് കത്തിക്കുക. പഴയ കാലത്ത് ചൂട്ടൊക്കെ കത്തിക്കുമായിരുന്നു. പഴയ കാലത്ത് ഗണപതി ഒരുക്കുന്ന രീതിയിൽ ഒരു തേങ്ങാക്കൊത്ത്, ഇച്ചിരി ശർക്കര എല്ലാം കൂടി ഇട്ടതിന് ശേഷം കത്തിക്കുമായിരുന്നു. അത് ഗണപതി ഹോമം പോലെ തന്നെ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് മഹാലക്ഷ്മി വിളയാടാൻ ഏറ്റവും സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വെള്ളം ഏറ്റവും നമ്മൾ കിണറത്തിന് ആദ്യം കുത്തുന്നത്, കിണർ ആദ്യം കുത്തുക എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടത്തക്ക രീതിയിൽ കിഴക്ക് വടക്ക് ഭാഗത്താണ് കിണർ കുത്തുക. അവിടെ കിണർ കുത്തി വെള്ളം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. ആ വീട് പണിയുമ്പോഴോ ആ വീട്ടിൽ കടങ്ങളോ കടബാധ്യതകളോ ഒന്നും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. ആ വീട് പണിയുന്നതിനോ ഗൃഹനിർമ്മാണത്തിനോ മറ്റു കാര്യത്തിനോ ഒന്നും ഒരു തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് അക്വേറിയം.
അക്വേറിയം എന്ന് പറയുന്ന സാധനം ഇപ്പം പഴയതിനേക്കാൾ ഒരുപാട് ആൾക്കാർ വെച്ചിട്ടുണ്ട്. അതും എവിടെയാണ് വെക്കേണ്ടത്? കിഴക്ക് തെക്ക് ഭാഗത്താണ് വെക്കേണ്ടത്. അതുപോലെ ജലസംബന്ധമാണ്, ജലം ഇങ്ങനെ പോകുന്നതായിട്ട് അല്ലെ ആറ് പോലൊക്കെ ഉണ്ടാക്കി നമ്മൾ ഹോട്ടലിലോ മറ്റു കാര്യങ്ങളിലോ ചില വീടുകളിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുന്നതും ധനം അവിടെ നിൽക്കാൻ, കാരണം ധനം അനാവശ്യമായിട്ട് പോകാതിരിക്കാൻ. നമുക്ക് 1,00,000 രൂപ കിട്ടി, നാളെ ഒരു അസുഖം വന്നു, അത് പോയെങ്കിൽ അത് പോയി. അപ്പം ധനം ഉപയോഗിക്കാനുള്ള ഒരു യോഗം ഉണ്ടാകുവാൻ നമ്മളുടെ ഒരു യോഗാവസ്ഥ, ഒരു ഗജകേസരി യോഗമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിപുണ യോഗമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളുണ്ട്. അതുകൊണ്ട് ധനം അവിടെ നിൽക്കുമെന്നല്ല, നമ്മളൂടെ ശ്രദ്ധിച്ചെങ്കിലും, ഞാൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മളൂടെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആ കുടുംബത്തിൽ ഉണ്ടാവുള്ളൂ. കിഴക്ക് വടക്ക് ഭാഗത്ത് അക്വേറിയം വെക്കുന്നതും അത് 9 മീനുകളെ ഇടാൻ എന്നാണ് പറയപ്പെടുക ഫെങ്ഷൂയ്ക്കകത്ത് പറയുന്നത്. എന്നാൽ 8 ചുവന്ന മത്സ്യങ്ങൾ വെച്ചാൽ ഫിഷ്, ആ ഫിഷിനെ 8 എണ്ണത്തിന്, ഗോൾഡ് ഫിഷ് 8 എണ്ണവും ഒരു കറുത്ത മത്സ്യം കൂടെ വേണമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ വരുമ്പോൾ ചില ആൾക്കാർ പറയും ദുരന്തങ്ങൾ വരുമ്പോൾ ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അത് മരിച്ചു പോവല്ലേ, അല്ലെങ്കിൽ അത് മരിക്കുമ്പോൾ അതിൻ്റെ ജീവൻ പോവല്ലേ എന്നൊക്കെ. പക്ഷേ ഇതിനെയൊക്കെ ഓരോന്നായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സിംഹം മാംസമേ തിന്നത്തുള്ളൂ, കൊന്നാണ് തിന്നുക. അപ്പോൾ അതിൻ്റെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ആഹാരമാണ് എന്ന് പറയുന്ന പോലെ പറയുന്നതാണ് ജലസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കിഴക്ക് വടക്ക് ഭാഗത്തും, അഗ്നി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ കിഴക്ക് തെക്ക് ഭാഗത്തും വേണമെന്നൊക്കെ പറയുന്നതായിട്ടുള്ള പൂജാമുറി പടിഞ്ഞാറ്റിന് അല്ലെങ്കിൽ കന്നി മൂലയ്ക്ക് വേണമെന്നൊക്കെ പറയുന്നതിൻ്റെ ആവശ്യകത ഇതാണ്. അവിടെ മഹാലക്ഷ്മിയും പോസിറ്റീവ് എനർജി കൂടാനും അവിടെ താമസിക്കുന്നവർക്ക് രോഗങ്ങളോ ദുരിതങ്ങളോ ഐശ്വര്യക്ഷതങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ, ക്ഷേമമായിട്ടും ഐശ്വര്യമായിട്ടും നല്ല മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും ഒക്കെ സാധ്യതയുള്ള കുടുംബം ഉണ്ടാകാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.